നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാചറിയും. തനിക്കെതിരായ ആരോപണം തെളിയിക്കാൻ CPIഎമ്മിനെ വെല്ലുവിളിച്ച് PSC കോഴ വിവാദത്തിൽ പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി കോഴ ആരോപണം ഉന്നയിച്ച ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ അമ്മയ്ക്കും മകനുമൊപ്പം സമരത്തിനെത്തിയിരിക്കുകയാണ് പ്രമോദ് കോട്ടൂളി. ഒന്നും ഒളിച്ചുവെക്കില്ലെന്നും എല്ലാം തുറന്നു പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. തെളിവുകൾ തന്റെ അമ്മയെ കാണിക്കുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ തത്സമയം പ്രതികരിക്കുന്നു. അതിലേക്കാണ് ആദ്യം. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് യുവതാര കോട്ടൂളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടന നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതെൻ്റെ നാട്ടുകാർക്കറിയാം. ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തുന്നതാണ്. ഈ സംഘടിപ്പിച്ച് നടത്തുന്നതിനകത്ത് ആളുകൾക്ക് സൗഹൃദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ നാടിന് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞാനൊരു മോശപ്പെട്ട ആളാണോ? ഞാനൊരു ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി കാട്ടുന്നത്? അത് പറയണ്ടേ? ഞാനിങ്ങനെ അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകനും അടങ്ങുന്നതാണ് ഏറ്റവും അവസാനം ഞാൻ മറുപടി പറയേണ്ട ആൾക്കാർ, അല്ലേ? ഞാൻ അവസാനം തിരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോവുക. എൻ്റെ അമ്മയാണ് എന്നോട് ചോദിക്കുക. എൻ്റെ മകനോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. എൻ്റെ ഭാര്യയോടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും എൻ്റെ അടുത്ത, നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ആ ആൾക്കാരെ മാത്രം എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത്രയും കാലത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പ്രയാസപ്പെട്ട് ജീവിച്ചു വന്ന ഒരാൾ. അതായത് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് കോഴിക്കോട് നഗരത്തിലെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ട് പ്രമോദ് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാളെ ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയി മയക്കുവെടി വെച്ച് കൊന്നു തീർക്കാം. മനസ്സിലായില്ലേ? എല്ലാ വഴികളുണ്ട്. പ്രമോദ് ആരായി കൊല്ലാൻ നോക്കിയത്? അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്തു നിന്നാണോ നിങ്ങൾ കൊല്ലാൻ നോക്കിയത്? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം. ആ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇത്രയും കാലമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് എവിടെ നിന്നാണ്? എനിക്കിങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് ആരാണ്? എൻ്റെ മേൽവിലാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഇത്രയും കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ, അതായത് ഞാൻ ഈ മാഫിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ഈ പറയുന്ന ഇത്രയും അദാലത്തിൽ ഞാൻ പങ്കെടുത്ത കടലാസാണിത്. മനസ്സിലായി? ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ജീവിതമാണിത്. ആ ജീവിതത്തിനകത്ത് ഇത്രയും പ്രതിസന്ധികളുള്ള ഒരാൾ ഇങ്ങനെ ഒരു മാഫിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ ആരോപണമോ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഉണ്ടാവണ്ടേ? അത് തെളിയിക്കണ്ടേ? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേത് മാത്രമാണ്. ഞാൻ ആരെങ്കിലും ഒരാളെ വെല്ലുവിളിക്കാനോ എൻ്റെ പ്രസ്ഥാനത്തിനെ മോശപ്പെടുത്താനോ അല്ല. എൻ്റെ പ്രസ്ഥാനം ഇത്രയും ദിവസമായിട്ട് സമൂഹത്തിനകത്ത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തെ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരാളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യതയോട് കൂടി തന്നെയാണ് പറയുക. പക്ഷേ ആ പറയുന്ന സാധനത്തിനകത്ത് ഓരോ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോട് പറയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, നിങ്ങളൊക്കെ മക്കളാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. 22 ലക്ഷം രൂപ കോഴ വാങ്ങിയ മനുഷ്യൻ്റെ അമ്മയോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ, ഒരു മനുഷ്യനോട് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. എനിക്ക് ഈ പാർട്ടി നടപടി എടുക്കുമ്പോൾ പാർട്ടിക്ക് ഇതിലൊരു വ്യക്തത വേണ്ടത്. എനിക്ക് അറിയില്ല. അതെനിക്ക് അറിയില്ല. അറിയാത്തൊരു കാര്യത്തിന് വില നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കൊക്കെയോ വേണ്ടി രക്തസാക്ഷിത്വം അല്ല. നമ്മളൊരു സമരത്തിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷി ആവുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനമുള്ളൂ. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആവുന്നതിനകത്ത് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. അത് ഞാൻ ആവും. ഇപ്പോൾ ആർക്കോ വേണ്ടി രക്തസാക്ഷി ആയിട്ടുണ്ടോ? ആർക്കും അങ്ങനെ എനിക്ക്, അതായത് ആർക്കോ വേണ്ടി രക്തസാക്ഷി ആവേണ്ടതിൽ 6 ആളിവിടെ വരണ്ടേ? അങ്ങനെ തോന്നലുണ്ടോ? അതായത് എൻ്റെ ജീവിതത്തിന്റെ പച്ചയായ ജീവിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ വെച്ചതിനകത്ത് ഇങ്ങനെ ഒരു കാര്യത്തിനകത്തെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പറയണ്ടേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ അകത്ത് ഒരു സത്യസന്ധത ഉണ്ടാവുള്ളൂ. പറയണം. ബാക്കി ഞാൻ പറയാം.
കേട്ടോ. അപ്പോൾ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ പ്രമോദേ. പ്രമോദ്, ഒരു കാര്യം കൂടി, താങ്കൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നല്ലോ. ഈ കോഴിക്കോട് CPM ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ വിഭാഗീയത അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ പ്രവർത്തിക്കുന്ന സമയത്ത്? അതായത് സുഹൃത്തുക്കളെ, ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഒരാളെന്നല്ല. അത് സുഹൃത്തുക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പക്ഷത്തിൻ്റെയും കൂടെ അല്ലാതെ ഈ കോഴിക്കോട് നഗരത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കൂടെ ജീവിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. ഈ കോവിഡ് കാലത്ത് ഈ നഗരത്തിനകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക്, പേരറിയാത്ത വീടറിയാത്ത മനുഷ്യർക്ക് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞത് വരെ ഭക്ഷണം കൊണ്ടുകൊടുത്ത മനുഷ്യനാണ് ഞാൻ. ആ കൊണ്ടുകൊടുത്ത മനുഷ്യൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു സ്നേഹത്തിലും അതിൻ്റെ കാര്യത്തിലുമാണ് പോകുന്നത്. ഇവിടെ കോവിഡ് ഉണ്ടായ സമയത്ത്, പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിനകത്തും എന്തുണ്ടായിട്ടുണ്ട്? പ്രമോദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിനകത്ത് എന്തുണ്ട്? സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, അതിനപ്പുറത്തില്ല. അതുതന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഇത്രയും ദിവസം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് ഉൾപ്പെടെ ഇങ്ങനെ ചിത്രം വെച്ച് പ്രമോദ് കോട്ടൂളി എന്ന് പറയുമ്പോൾ എനിക്ക് അവസാനമായി മറുപടി പറയേണ്ട ഒരേ ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ ഏരിയ കമ്മിറ്റി അംഗമോ എന്തോ ആവട്ടെ, ഞാൻ ഒരു മകനാണ്. മനസ്സിലായി? ഞാനൊരു മകനാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം അമ്മയെ വിഷമിപ്പിക്കരുതെന്നാണ്. ആ അമ്മയെ വിഷമിപ്പിക്കാൻ ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാതെ എൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതൊക്കെ പാർട്ടി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടുള്ളൂ. എൻ്റെ അമ്മ അവനങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഇവിടെ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്? അത് പാർട്ടിയിൽ എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കും. ഇവന് ആൾക്കാർ തമ്മിൽ ഒരു ഇതുണ്ടാവും. മകനെ വേട്ടയാടുന്നു എന്നുള്ള തോന്നലുണ്ടോ? ആ, അതുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നൂലേ, ഏതൊരു മനുഷ്യന്മാർക്കും തോന്നൂലേ? അതേ എനിക്കും തോന്നുന്നു. എൻ്റെ മോൻ പൈസ എന്തായാലും വാങ്ങിയിട്ടില്ല. പൈസ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇതല്ലല്ലോ ഞങ്ങളെ വീട്ടിൻ്റെ സ്ഥിതി ഉണ്ടാവുക. ഒരു മനുഷ്യനെ അയാൾ നുണ പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആധുനിക സംവിധാനത്തിനകത്ത് എന്തുണ്ട്? നുണ പരിശോധന നടത്താം, അല്ലേ? പിന്നെ അയാളുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, സ്കാനിങ് നടത്താം, എക്സ്റേ നടത്താം. ഈ നുണ പരിശോധനയ്ക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ റെഡിയാണ്. താങ്കൾ തെറ്റുപറ്റി ചെയ്തിട്ടില്ലെങ്കിൽ താങ്കളെ പുറത്താക്കിയ പാർട്ടിക്കല്ലേ അപ്പൊ തെറ്റുപറ്റി ചെയ്തത്? അതെനിക്കറിയില്ല. ഇക്കാര്യത്തിൽ ഒരു ഭരണപരമായ അന്വേഷണം വേണം താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? എല്ലാ തരത്തിലുള്ള അന്വേഷണം വേണം. എല്ലാ തരത്തിലുള്ള അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. പോലീസ് അന്വേഷണം ഞാൻ പ്രമോദ് എന്നുള്ള എനിക്ക് പരാതി കൊടുക്കല്ലോ. ഞാൻ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അടുത്ത ദിവസം പതിറ്റാണ്ടിലധികമായി താങ്കൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിന് മതിയായ കാരണങ്ങളില്ലായിരുന്നു താങ്കൾ. പാർട്ടിക്ക് ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല, താങ്കളെ പുറത്താക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ലേ, എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവ് പോലെയാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്നുള്ളത്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്യാണ്? ജീവിക്കാൻ വിടാതെ ഇങ്ങനെ എത്ര ഒരാഴ്ചയായി. അതൊന്നും എനിക്ക് അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും ഭാഗമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാഗമായി നിന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് എൻ്റെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ. എനിക്ക് ആരെയും തോൽപ്പിക്കണ്ട. എനിക്ക് ഒരു മനുഷ്യനെയും ഒരു പ്രസ്ഥാനത്തിനെയും ഒന്നും എൻ്റെ പ്രസ്ഥാനം തോറ്റു കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പ്രസ്ഥാനം തോൽക്കാനും പാടില്ല. പക്ഷെ എന്താണ്, എൻ്റെ അമ്മ ആൾക്കാരെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കും. നീതി എന്താ നോക്കാം നമുക്ക്. അതെ, എന്ത് കിട്ടും നോക്കാം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും എൻ്റെ ലക്ഷ്യമേ അല്ല, എൻ്റെ ആവശ്യമല്ല. ഉന്മേഷ്, എന്തായാലും പ്രമോദ് കോട്ടൂളി ഈ
പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്ന ആളുടെ വീട്ടിന് മുന്നിൽ മറുപടിക്കായി കാത്തു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് അമ്മയുടെയും മകൻ്റെയും ഒപ്പം പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പ്രമോദ് കോട്ടൂളി. തൻ്റെ നിരപരാധിത്വം അമ്മയെ തെളിയിക്കണം, തനിക്കെതിരെ പാർട്ടി നടപടി വന്നു, പക്ഷേ തൻ്റെ ഭാഗം കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായിട്ടില്ല, പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്നുള്ളൊരു സംശയമാണ് തനിക്കുള്ളത്. അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി നടപടി നേരിട്ട പ്രമോദ് കോട്ടൂളി ഇപ്പോൾ കോഴിക്കോട് ഈ കോഴ അതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ച ആളുടെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, തുടരാം. ഉന്മേഷ്, നിലവിൽ ഈ പരാതിക്കാരന്റെ വീട്ടിന് മുന്നിൽ തന്നെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുമെന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പ്രമോദ് കോട്ടൂളി. അമ്മയ്ക്കും മകനും ഒപ്പമായിരിക്കും താൻ പ്രതിഷേധം നടത്തുക, ഒപ്പം തന്നെ തന്റെ നിരപരാധിത്വം അമ്മയ്ക്കും മകനും ഒപ്പമായിരിക്കും താൻ പ്രതിഷേധം നടത്തുക, ഒപ്പം തന്നെ തന്റെ നിരപരാധിത്വം തനിക്ക് തെളിയിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ താൻ ഇക്കാര്യം പാർട്ടിക്ക് മുൻപാകെ വ്യക്തമാക്കിയതാണ്. പക്ഷെ എന്നിട്ടും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി പറയുന്നത്. താൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് താൻ പണം വാങ്ങിയിട്ടില്ല. ഈ പറയപ്പെടുന്ന ശ്രീജിത്ത് എന്നയാളെ തനിക്ക് പരിചയമുണ്ട്, പക്ഷെ അയാളുടെ വീട്ടിലേക്ക് താൻ ഇതുവരെ വന്നിട്ടില്ല. തന്റെ ബന്ധുവിന്റെ പരിചയക്കാരനാണ് ശ്രീജിത്ത്. അത്തരത്തിലുള്ളൊരു ബന്ധം, അത്തരത്തിലുള്ളൊരു പരിചയം ശ്രീജിത്തുമായി, അതായത് ഈ പരാതി നൽകിയെന്ന് പറയപ്പെടുന്ന ആളുമായി തനിക്കുണ്ട്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ കോഴ വാങ്ങുന്നതോ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടിലേക്കോ താൻ കടന്നിട്ടില്ല. അതിനാൽ തന്നെ ഏത് ഘട്ടത്തിലാണ്, ഏത് രീതിയിലാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നത് എന്ന കാര്യത്തെക്കുറിച്ചും തനിക്ക് ബോധ്യമില്ല എന്നുള്ള കാര്യം കൂടി നിലവിൽ പ്രമോദ് കോട്ടൂളി പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു ആരോപണം തൻ്റെ പേരിലുണ്ട്. തൻ്റെ അമ്മയും മകനും ഉൾപ്പെടുന്ന തൻ്റെ അമ്മയെയും മകനെയുമാണ് തനിക്ക് ഇക്കാര്യം ബോധ്യപ്പെടുത്തേണ്ടത്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഉൾപ്പെടെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആരോപണമായി ഉയർന്നു വന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും താൻ പറയുന്നത് വിശ്വസിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല. പാർട്ടിക്ക് മുൻപാകെയും താൻ വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ വിശദീകരണം പാർട്ടി കൃത്യമായ രീതിയിൽ എടുത്തോ എന്നുള്ള കാര്യം തനിക്കറിയില്ല. തന്നെ ഈ പാർട്ടി നടപടിയെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടില്ല, തന്നോട് അക്കാര്യം ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്നൊരു അറിയിപ്പായി തനിക്ക് വന്നിട്ടില്ല. അതിനാൽ തന്നെ അക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ, അതായത് പാർട്ടിയുടെ നടപടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ താൻ പിന്നീട് പ്രതികരിക്കാം. പക്ഷേ ഈ നടപടിയിലേക്ക് നയിച്ച കാര്യങ്ങൾ, നടപടിയിലേക്ക് നയിച്ച കാരണങ്ങൾ, അതുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത്, ഇപ്പോൾ ആ വീട്ടിൽ ഈ പരാതി ഉന്നയിച്ച ആളുകളുണ്ടോ? അവരുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമോ? അവർ ആർക്കാണ് പണം നൽകിയത്? അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകുമോ അഭിജിത്ത്? ഉന്മേഷ്, നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിനുള്ള സാധ്യത കുറവാണ്. കാരണം നേരത്തെ തന്നെ ഈ പരാതിക്കാരുടെ പ്രതികരണത്തിനായുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതികരണം നൽകിക്കഴിഞ്ഞാൽ അത് മറ്റ് നിയമവശങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് നൽകാൻ ഈ പരാതിക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പാർട്ടിക്ക് നൽകിയ പരാതിയുടെ പുറത്താണ് ഈ രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത്. ആദ്യം കൊട്ടൂടി ഘടകത്തിന് നൽകുകയും പിന്നീട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുകയും തുടർന്ന് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ഈ പരാതി നൽകുകയും ചെയ്യുന്നിടത്ത് വെച്ചാണ് ഈ ഒരു കോഴ ആരോപണം, ഈ കോഴ വിവാദത്തിന്റെ ഒക്കെ തന്നെ തുടക്കം. മുഹമ്മദ് റിയാസ്, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ ഒരു കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് ഉന്നയിച്ചു, തന്റെ പേര് ഈ വിവാദത്തിൽ ഉൾപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒക്കെ തന്നെ പരാതിയായി നൽകിയിരുന്നു. പക്ഷേ അഭിജിത്ത്, ആ ശബ്ദത്തിൽ ചെറിയൊരു വ്യക്തത കുറവുള്ളതുകൊണ്ടാണ് അഭിജിത്തിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയും കുടുംബവും വീടിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. PSC കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ കോഴിക്കോട്ടെ ആ വീടിന് മുന്നിൽ, പരാതിക്കാരുള്ള വീടിന് മുന്നിലാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി ഉള്ളത്. ഇക്കാര്യത്തിൽ ആര് എപ്പോൾ എവിടെ വെച്ച് പണം വാങ്ങി എന്നത് പരാതിക്കാർ പറയട്ടെ എന്നാണ് പ്രമോദ് കോട്ടൂളി സ്വീകരിക്കുന്ന നിലപാട്. അപ്പോഴും CPM നടപടിയെടുക്കുമ്പോഴും പാർട്ടിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ആ നിലയ്ക്ക് ഒഴിഞ്ഞുമാറിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ വീടിന് മുന്നിൽ പ്രമോദ് കോട്ടൂളിയുടെ സമരം ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ നമ്മൾ വീണ്ടും കോഴിക്കോട്ടേക്കാണ്. അവിടെ പ്രമോദ് കോട്ടൂളി PSC കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ച കുടുംബത്തിന്റെ വീടിന് മുന്നിൽ സമരത്തിലാണ്. പ്രമോദ് കോട്ടൂളി സംസാരിക്കുന്നു. വീണ്ടും തത്സമയ സംപ്രേഷണത്തിലേക്ക്. വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് മാത്രമാണ് പാർട്ടി നടപടി വന്നത്. അപ്പോൾ ഇതിനടക്കം നിങ്ങൾ ഇങ്ങനെ വല്ലതും പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ പൈസ മേടിച്ചിട്ടുണ്ടോ ചോദിച്ചിരുന്നോ ഈ സുഹൃത്തിനോട്? അതായത് ഈ പറയുന്ന പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രീജിത്ത് പറയാനാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതെ അതെ, മനസ്സിലായോ? ഇപ്പോഴേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന് ശേഷം ശ്രീധരൻ എന്തെങ്കിലും ആശയം ഉണ്ടായിരുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം താങ്കൾക്ക്? ഈ വാർത്ത വന്നതിന് ശേഷം ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാതിരുന്നത്? നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് ശ്രീജിത്ത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം എനിക്കെതിരെ വന്നത്? അതായത് വീഴോ? ഇല്ല വീഴില്ല, കുഴപ്പമില്ല, പറഞ്ഞു.
ഈ പറഞ്ഞ സാധനത്തിന് മേലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന നിലയ്ക്ക്, ഒരു പാർട്ടിക്കാരൻ നിലയ്ക്ക്, ഒരു വിവാദ വിഷയത്തിനകത്ത് പെടുന്നതിനകത്ത് നമ്മൾ ഇടപെടാൻ പോകേണ്ടതില്ല. മനസ്സിലായി? ഇടപെടാൻ പോകേണ്ടതില്ല. അത് ബന്ധപ്പെട്ട ആൾക്കാർ പറയല്ലോ. ഞാൻ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലല്ലേ. പരസ്യ പ്രതികരണം വേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ തീരുമാനം വരുന്നവരെ പരസ്യ പ്രതികരണം വേണ്ടെന്നല്ല പാർട്ടി ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് ശക്തമായിട്ടുള്ള പരാതി എവിടെയൊക്കെ, കാരണം ഇതൊരു അഴിമതിയാണ്. ആ അഴിമതി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലത്ത്, അതായത് ഇവിടെ എന്തൊക്കെ അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളിലെല്ലാം എന്നെ പരാതി കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ഈ ഇത്രയും ദിവസം 5-6 ദിവസമായിട്ട് അല്ലേ, 5-6 ദിവസമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരികയല്ലേ PSC കോഴ, PSC കോഴ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന അത്ര വലിപ്പമുള്ളൊരു നേതാവല്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരാളോട് പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കേൾക്കണം. ഈ പറയുന്നത് ഞാൻ മാത്രം ഒരാൾ, പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ അഴിമതിക്കാരൻ, PSC കോഴ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പ്രമോദ്, അങ്ങനെ താങ്കളുടെ പേര് മാത്രം വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ വിഭാഗീയത പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താങ്കളുടെ പേര് അങ്ങനെ ഈ ഒരു PSC കോഴയിൽ താങ്കളുടെ മാത്രം പേര് അങ്ങനെ വരുമോ? ഈ അങ്ങനെ ഒരു വിഷയത്തിനകത്ത് ഞാൻ എല്ലാ മനുഷ്യരോടും നല്ലതുപോലെ പെരുമാറുന്നതാണ്. എൻ്റെ നാട്ടിനകത്ത് സാമൂഹ്യ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം നടത്തിപ്പോയാൽ മാത്രമാണ് എൻ്റെ പ്രവർത്തനം. അതാണ് എൻ്റെ ഒരു, ഞാൻ അതിനകത്ത് സന്തോഷിക്കുകയും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സംഘാടന മികവ് കൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വേറൊരു ശത്രുക്കൾ ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രമോദ്, ഇപ്പം പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് താങ്കളെ പുറത്താക്കുന്നതെന്നാണ് ഇപ്പം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഒരു ചാനലിനകത്ത് വാർത്ത വരുന്നു, പ്രമോദ് കൊടുത്തതാണോ? പ്രമോദ് സൽപ്പേരിന് കളങ്കപ്പെടുത്തിയിട്ടെങ്കിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ ഇങ്ങനെ ഒരു സംവിധാനത്തിന്, എൻ്റെ പ്രസ്ഥാനത്തിന് മോശപ്പെടുത്താൻ ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കോഴ വിവാദം ഉണ്ടായാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോവുക. യഥാർത്ഥമായ വിഷയം എന്ത് ചെയ്തിട്ടില്ല, യഥാർത്ഥമായ വിഷയം പുറത്തു വരട്ടെ. എന്താ നോക്കാം നമുക്ക്. അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് ഇപ്പോൾ. അഭിജിത്ത്, അദ്ദേഹം സമരം തുടരുകയാണ്. പാർട്ടി നേതൃത്വത്തെ പക്ഷേ കുറ്റപ്പെടുത്തുന്നുമില്ല. അദ്ദേഹം ചിലതൊന്നും വിട്ടു പറയുന്നില്ല എന്ന് വേണമോ കരുതാൻ? ഈ പണം കൈമാറി അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അതിന് രേഖകൾ ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ തെളിവുകളൊക്കെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണോ CPIM നടപടി? ഉന്മേഷ്, നിലവിൽ ഈ പ്രമോദ് കോട്ടൂളിയുടെ കൂടി വിശദീകരണം തേടിയതിനു ശേഷമാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നുള്ള വിവരം കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യമായ രീതിയിൽ, കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം കൂടി ലഭിച്ച ശേഷം ഈ നടപടിയിലേക്ക് നിലവിൽ CPIM കടന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം നിലവിൽ പ്രമോദ് കോട്ടൂളി തള്ളുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തനിക്കെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. പല ചാനലുകളിലും പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും തൻ്റെ പേരുൾപ്പെടെ, തൻ്റെ ചിത്രം ഉൾപ്പെടെ ആരോപണം ഉയർത്തുന്നു. പക്ഷേ ആ രീതിയിലുള്ള യാതൊരു കോഴ അഴിമതിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള യാതൊരു സാമ്പത്തിക ഇടപാടും താൻ നടത്തിയിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് പ്രമോദ് കോട്ടൂളി. അതിനാലാണ് ഈ പരാതി ഉയർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീജിത്തിന്റെ വീടിന് മുൻപിലേക്ക് എത്തിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രമോദ് കോട്ടൂളി തയ്യാറായിട്ടുള്ളത്. ഈ ശ്രീജിത്തിനെ തനിക്ക് പരിചയമുണ്ട്. തൻ്റെ ബന്ധുവിൻ്റെ സുഹൃത്താണ് ഈ ശ്രീജിത്ത്. അതിനാൽ തന്നെ ശ്രീജിത്തിനെ തനിക്ക് ബന്ധമുണ്ട്. പക്ഷേ ആ രീതിയിൽ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ താൻ ഇതുവരെ പോയിട്ടില്ല. എന്നിട്ടും തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം എന്തുകൊണ്ടാണ് ഉയർന്നു വന്നത് എന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട്. പ്രമോദ് കോട്ടൂളി പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരം തുടരുകയാണ്. അഭിജിത്ത് മുടക്കുന്നതാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊണ്ടുവന്ന വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത്
ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച്, ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു. അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾക്ക് പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ വാർത്ത നൽകിയ പോലെയല്ല, PSC-യുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിഷയം തങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല. മറിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയെന്നാണ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി P. മോഹനൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പ്രമോദ് കോട്ടൂളിയാകട്ടെ ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ച ആളുടെ വീടിന് മുന്നിൽ ഇപ്പോൾ സമരത്തിലാണ്. ആര് എപ്പോൾ എവിടെ വെച്ച് ഈ പണം വാങ്ങിയെന്ന് പറയണം എന്നാണ് പ്രമോദ് കോട്ടൂളിയുടെ ആവശ്യം. ഇന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ CPM-ന്റെ നടപടി ഉണ്ടായത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി സമരവുമായി എത്തിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ പരാതി നൽകിയ ആളുകൾ തന്നെ പറയണം, ആർക്ക് എപ്പോൾ എവിടെ വെച്ച് ഈ പണം കൈമാറി, അക്കാര്യം പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്ന് പറയണം. ഇത് വലിയ അഴിമതിയാണ്, അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം. അതുകൊണ്ട് സാധ്യമായ ഏജൻസികൾക്ക് മുഴുവൻ മുൻപിൽ പരാതി നൽകുമെന്ന് കൂടി പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമരം തുടരുന്നത്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.